നമ്മളൊരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആവില്ല. ഇനിയിപ്പോൾ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അതിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആവും. ആദ്യം തന്നെ ആ വീഡിയോയുടെ മോണിറ്റൈസേഷനാണ് ഡിസേബിൾ ആവുന്നത്. അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ ആ വീഡിയോയും തന്നെ ബ്ലോക്ക് ആവും. അതുപോലെ തന്നെ ചാനലിൻ്റെ മോണിറ്റൈസേഷനും ഡിസേബിൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കണ്ടന്റ് എനിക്ക് തന്നത് നമ്മുടെ തന്നെ സബ്സ്ക്രൈബറാണ്. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, അതായത് ആ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൽ മോണിറ്റൈസേഷൻ എന്നുള്ള സ്ഥലത്ത് ഇതുപോലെ മോണിറ്റൈസേഷൻ പാർഷ്യലി ഡിസേബിൾ എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ ഇതെന്താണ് പ്രോബ്ലം എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ വീഡിയോ ഞാൻ വാച്ച് ചെയ്തത്. അങ്ങനെ ആ വീഡിയോ വാച്ച് ചെയ്തപ്പോൾ അതിലൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ചാനലാണെങ്കിൽ അത്തരം ചാനലുകൾ പിന്നീട് മോണിറ്റൈസ് ആവില്ല. ഇപ്പോൾ ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആയ ചാനലാണ്, അതുകൊണ്ട് തന്നെ ആ വീഡിയോ മാത്രമാണ് പിന്നീട് ബ്ലോക്ക് ആയുള്ളൂ. പിന്നീട് ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ തന്നെ ഡിസേബിൾ ആവാനുള്ള കാരണമാകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു പ്രോബ്ലം വരുന്നത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ പഴയ വീഡിയോസ് നമ്മുടെ പുതിയ വീഡിയോസിൽ ഉപയോഗിക്കേണ്ടി വരും. അത്തരത്തിൽ നമ്മൾ പഴയ വീഡിയോസിനെ പുതിയ വീഡിയോസിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ട് പറയാം. അതായത് നമ്മൾ ഇപ്പോൾ മൊബൈലിലൂടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോറേജ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ വീഡിയോസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പഴയ വീഡിയോയുടെ കാര്യം പറയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ വീഡിയോനെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒന്നില്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് വെച്ച് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉപയോഗിക്കുകയും എന്നിട്ട് ആ വീഡിയോനെ കുറിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കാക്കുകയും ചെയ്യും. ഇങ്ങനെ പബ്ലിക്കാക്കിയതാണ് ഈ ചാനൽ. ഇങ്ങനെ പബ്ലിക്കാക്കുമ്പോൾ ഇപ്പോൾ മോണിറ്റൈസേഷൻ എന്നുള്ള സ്ഥലത്ത് മോണിറ്റൈസേഷൻ പാർഷ്യലി ഡിസേബിൾ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആ വീഡിയോ ബ്ലോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അതായത് പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ അനുസരിച്ച് നമ്മുടെ പഴയ വീഡിയോസ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമുക്ക് ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കോപ്പിറൈറ്റ് തന്നെ അല്ലെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടൻ്റ് ആണ് വരുന്നത്. ആ റീയൂസ്ഡ് കണ്ടൻറ്റോടുകൂടി നമുക്ക് ആ വീഡിയോ ബ്ലോക്കായി പോകും. ഇങ്ങനെ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നോക്കാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ യൂട്യൂബേഴ്സും നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് നമുക്ക് ഉപയോഗിക്കണം, അതുപോലെ തന്നെ നമ്മുടെ തന്നെ വീഡിയോസ് ഉപയോഗിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അതായത് മറ്റുള്ളൊരു വീഡിയോ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതായത് യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് മറ്റുള്ളൊരു വീഡിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു യൂട്യൂബിൽ അത്തരം വീഡിയോസ് ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വീഡിയോസ് ഉണ്ട്. അത്തരം വീഡിയോസ് പല കാറ്റഗറികളിലുണ്ട്. അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യുക, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ, അതായത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഏതൊക്കെ കാറ്റഗറി അനുസരിച്ചാണ് നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഏതൊക്കെ കാറ്റഗറി വീഡിയോസ് ചെയ്യാൻ പറ്റും. അത്തരം വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കാശ് ചിലവൊന്നുമില്ല. നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം നമുക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് നമ്മുടെ വീഡിയോ തന്നെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തരം വീഡിയോകളൊക്കെ ബ്ലോക്ക് ആവും. അത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ 10-20 വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം ചാനലുകൾ മോണിറ്റൈസ് ചെയ്യുമ്പോൾ അതിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വരികയും അത്തരം ചാനലുകൾ മോണിറ്റൈസ് ആവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് തന്നെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഹാർഡ് ഡിസ്കിൽ നമ്മുടെ വീഡിയോസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ റെൻഡർ ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോനെ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.